അസ്സലാമലൈക്കും വെൽക്കം ടു ഉസ്കാർ ഹന. നമുക്ക് ഇന്ന് ഈ കാണുന്ന ഒരു ഗ്രിഡ് എങ്ങനെ വരക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അടുപ്പിച്ചായിട്ടുള്ള ലൈൻസ് ആദ്യം വരച്ച് പഠിക്കുക. അത് കോളങ്ങളാക്കുക. അടുപ്പിച്ച് ഹൊറിസോണ്ടൽ 2 ലൈൻ ഗ്യാപ്പ് ഇട്ട് വരക്കുക. പെർപെൻഡിക്കുലറും ഇതേപോലെ 2 ലൈൻസ് വെച്ചിട്ട് ഗ്യാപ്പ് ഇട്ട് വരച്ച് ആ 2 ലൈനിൻ്റെ കോളങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ആ 2 ലൈൻ കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളിൽ ഇതേപോലത്തെ നീറ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. 4 സൈഡിലും തന്നെ ഇട്ട് കൊടുക്കുക. ഇനി താഴെ മുകളിലും വരുമ്പോൾ അതിൻ്റെ ഉള്ള പോർഷൻ, ആ മുട്ടുന്ന പോർഷൻ എവിടെയാണ് വരുന്നത് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ അടുപ്പിച്ച് ലൈൻസ് വരയ്ക്കാനും അതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോട്ട് ഇടാനുമാണ്. ഈ 2 എലമെൻറ്റ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രിഡ് നല്ല നീറ്റായിട്ട് കിട്ടും. നമുക്ക് അതിൻ്റെ നടുഭാഗത്ത് കുറച്ചുകൂടി ഇൻട്രിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുഭാഗത്ത് അടയാൻ ഞാനൊരു ചെറിയ സ്ക്വയർ, അത് കട്ടിയില്ലാതെ നേരിയതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ അതിൽ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് ഇതേപോലെ ഡോട്ട് ഇടാനാണ്, പെർഫെക്റ്റ് ആയിട്ട് ഡോട്ട് ഇടാനാണ്. നമ്മൾ ഇതേപോലെ കോണിങ്ങനെ പതുക്കെ കുത്തി പിടിച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുക, അതായത് ഞെക്കി പിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഈവനായിട്ട് എല്ലാ സൈഡിലേക്കും നമ്മുടെ പേസ്റ്റ് ഇങ്ങനെ ഡോട്ടായിട്ട് വരും. ഒരു മുത്തുമണി നിൽക്കണ പോലെ നമ്മുടെ ഡോട്ട് നിൽക്കണം. അത് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു എലമെൻറ്റാണ്. സാവധാനം ഇതേപോലെ ലൈൻസ് വരച്ചിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത ഗ്രിഡ് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു.